നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു നോൺ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് പവർ ജനറേഷനെ കുറിച്ചിട്ടാണ്. മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് പവർ ജനറേഷൻ. എന്താണ് മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് പവർ ജനറേഷൻ അല്ലെങ്കിൽ MHD പവർ ജനറേഷൻ? സാധാരണ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കണ്ടക്ടേഴ്സിനെ ചലിപ്പിച്ചിട്ടാണ് വൈദ്യുതി നിർമ്മിക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ടക്ടേഴ്സിൻ്റെ പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രീം ഓഫ് അയണൈസ്ഡ് ഗ്യാസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മെക്കാനിക്കൽ പാർട്ടിൻ്റെ ആവശ്യങ്ങളില്ല. ടർബൈൻസോ ജനറേറ്ററോ ഒന്നും MHD ജനറേറ്റേഴ്സിൽ ഉണ്ടാവുകയില്ല. നമുക്ക് കൺവെൻഷണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, അതുപോലെ തെർമൽ പവർ പ്ലാന്റുകൾ, ഗ്യാസ് പ്ലാന്റുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് MHD പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് MHD ജനറേറ്റേഴ്സ്? MHD ജനറേറ്റേഴ്സ് നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമോ എന്ന് വിളിക്കും. കാരണം മെക്കാനിക്കൽ ഡൈനാമോസിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കണ്ടക്ടേഴ്സ് ചലിക്കുന്ന സമയത്താണ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ കണ്ടക്ടേഴ്സിന് നമ്മൾ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ഗ്യാസ് പ്ലാസ്മ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഈ ഫ്ലോ ഓഫ് conducting plasma through magnetic field causes voltage to be generated across the plasma. ഈ കണ്ടക്റ്റിംഗ് പ്ലാസ്മ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് അക്രോസ് ആയിട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദി പ്ലാസ്മ ഫ്ലോ ആൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ പ്ലാസ്മ ഫ്ലോയ്ക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫ്ലമ്മിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്, നോർമൽ ജനറേറ്റേഴ്സിലെ പോലെ തന്നെ. ഇനി അതിൻ്റെ ഒരു സിംപ്ലൈസ്ഡ് ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി 2 ബാർ മാഗ്നറ്റ് കാണിച്ചിട്ടുണ്ട്, നോർത്ത് ആൻഡ് സൗത്ത് മാഗ്നറ്റുകൾ. അവയ്ക്കിടയിൽ കൂടെ ഒരു ഡക്റ്റ് കാണിച്ചിട്ടുണ്ട്, ഒരു റൗണ്ട് ഷേപ്പിൽ. ഈ ഡക്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ അയണൈസ്ഡ് ഗ്യാസ് പ്ലാസ്മ ഫ്ലോ ചെയ്യുന്നത്. അതിൻ്റെ അക്രോസ് നമ്മൾ 2 ഇലക്ട്രോഡ്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവയ്ക്ക് അക്രോസ് DC വോൾട്ടേജ് ഔട്ട്പുട്ടായിട്ട് ലഭിക്കും. ഇതാണ് MHD ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദി MHD സിസ്റ്റം. എന്താണ് MHD സിസ്റ്റം? MHD ജനറേറ്ററിൽ ഹൈ ടെമ്പറേച്ചറുള്ള ഗ്യാസസ് ആവശ്യമാണ്. അത് ഒന്നെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനുള്ള കൂളൻ്റ് ആവാം. എന്തായിരുന്നു കൂളൻ്റ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കും. അവിടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹീറ്റ് എനർജിയെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്ന് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ക്യാരി ചെയ്യുന്ന പദാർത്ഥങ്ങൾ പറയുന്ന പേരാണ് കൂളൻസ്. ഒന്നുകിൽ അതാവാം, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് കോള് കത്തിച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കമ്പഷൻ ഗ്യാസസ് ആവാം. ഒരു MHD സിസ്റ്റത്തിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഒരു കമ്പഷൻ ചേമ്പറിലേക്ക് നമ്മൾ ഫ്യൂവലിൻ്റെയും എയറിൻ്റെയും മിശ്രിതം കൊടുക്കും. അവിടെ ഈ ഫ്യൂവലും എയറും കൂടെ കത്തും. അവിടെ ഹൈ ടെമ്പറേച്ചറുള്ള ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അയണൈസ്ഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും, പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്ലാസ്മ നമ്മൾ എക്സ്പാൻഷൻ നോസിൽ കൂടെ MHD ജനറേറ്റേഴ്സിലേക്ക് അപ്ലൈ ചെയ്യും. ഈ എക്സ്പാൻഷൻ നോസിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡക്റ്റിൻ്റെ വോളിയം കൂട്ടിയിട്ട് പ്രഷർ കുറക്കുന്ന ഒരു അറേഞ്ച്മെൻ്റാണ്. പ്രഷർ കുറയുന്ന സമയത്ത്
വെലോസിറ്റി കൂടും. ഈ ഹൈ വെലോസിറ്റി ലോ പ്രഷറുള്ള ഗ്യാസാണ്, പ്ലാസ്മയാണ് നമ്മൾ ഈ MHD ജനറേറ്റേഴ്സിൽ കൊടുക്കുന്നത്. അത് അയണൈസ്ഡ് ഗ്യാസ് ആയിരിക്കും. അതിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കണ്ടക്ടേഴ്സ് ചലിക്കുന്ന ഒരു എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് അക്രോസ് ആയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളൊരു ബ്രഷ് പോലെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ നമ്മളൊരു ഇലക്ട്രോഡ് വെച്ചിട്ട് ലോഡിലേക്ക് നൽകും. ഇവിടെ അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസസ് ആയിട്ട് ഈ എനർജി കുറഞ്ഞ പ്ലാസ്മ ഇവിടെ ഉണ്ടാവും. അതിനെ നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കടത്തിവിടും. ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ അതിലുള്ള ഹീറ്റിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന എയറിനെ ചൂടാക്കും. അതിനെ നമ്മൾ കംപ്രസറിലേക്ക് കൊടുക്കും. കംപ്രസർ അത് പ്രഷറൈസ്ഡ് എയർ ആക്കും. ഈ എയറിനെ വീണ്ടും കമ്പഷൻ ചേമ്പറിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഈ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞ എക്സോസ്റ്റ് ഗ്യാസിനെ ചിമ്മിനി ഒക്കെ വഴി പുറത്തേക്ക് ഒഴിവാക്കും. ഇതാണൊരു MHD സിസ്റ്റത്തിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. MHD സിസ്റ്റത്തിൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ MHD ജനറേറ്റേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് റോക്കറ്റ് എഞ്ചിനാണ്. ഈ ഹൈ ടെമ്പറേച്ചറുള്ള ഗ്യാസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പ്ലാസ്മ മോഡൽ നോക്കാം. അതൊരു ജസ്റ്റ് ഒരു വർക്കിംഗ് മോഡൽ മാത്രമാണ്. ഒരു ഡക്റ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അയണൈസ്ഡ് ഗ്യാസ് അഥവാ പ്ലാസ്മ കടത്തിവിടും. അതിനക്രോസ് നമ്മൾ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് വെച്ചിട്ട് ഔട്ട്പുട്ട് കറണ്ട് എടുക്കും. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ ഹൈ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ നൽകും. അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കിംഗ്. കമ്പോണൻസ് ഓഫ് MHD സിസ്റ്റം ഒന്ന് എക്സ്പാൻഷൻ നോസിൽ. എക്സ്പാൻഷൻ നോസിൽ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു ഈ വോളിയം കൂടി കൂടി വരുന്ന ഒരു ഡക്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്. അത് ചെയ്യുന്നത് ഒന്ന് ഗ്യാസിൻ്റെ പ്രഷർ അല്ലെങ്കിൽ പ്ലാസ്മയുടെ പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലാസ്മയുടെ പ്രഷർ കുറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടും. അതിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. മാഗ്നറ്റിൻ്റെ ഇടയിൽ ഹൈ വെലോസിറ്റി ഉള്ള പ്ലാസ്മ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കൂടും. അതേ സമയത്ത് തന്നെ ഈ പ്രഷർ ഡ്രോപ്പ് പ്ലാസ്മയുടെ ടെമ്പറേച്ചറിനെ കുറക്കും. പ്ലാസ്മയുടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്ലാസ്മയുടെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഈ എക്സ്പാൻഷൻ നോസിൽ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഇനി ഗ്യാസ് പ്ലാസ്മ. എന്താണ് പ്ലാസ്മ? പ്ലാസ്മ എന്ന് വെച്ചാൽ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ്. മാറ്ററിന് 4 സ്റ്റേറ്റുകളാണുള്ളത്: ഖരം, ദ്രാവകം, വാതകം. അടുത്തതാണ് പ്ലാസ്മ. ഈ പ്ലാസ്മ എന്ന് വെച്ചാൽ ഹൈ കണ്ടക്ടിവിറ്റി ഉള്ള അയണൈസ്ഡ് ഗ്യാസാണ്. അയണൈസ്ഡ് ഗ്യാസ് എന്ന് വെച്ചാൽ ചാർജുള്ള ഗ്യാസാണ്. പോസിറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ ചാർജ്ഡ് മെറ്റീരിയൽസാണ് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില ഡിസൈനുകളിൽ ഈ പ്ലാസ്മയുടെ സ്പീഡ് സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളിലും അധികം ആയിരിക്കും. എങ്ങനെയാണ് ഗ്യാസിനെ അയണൈസ് ചെയ്യുക? അതായത് എങ്ങനെ നമുക്ക് പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യാം?
ഈ പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഗ്യാസസിലേക്ക് ഹൈ തെർമൽ എനർജി കൊടുക്കേണ്ടി വരും. ഏകദേശം 2500 മുതൽ 3000 വരെ കെൽവിൻ താപം നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് ഒന്നെങ്കിൽ നമുക്ക് കോള് ബേൺ ചെയ്തിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ by heating or radiating the gas with X-ray or gamma rays. X-ray അല്ലെങ്കിൽ ഗാമ റേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഗ്യാസിനെ അയണൈസ് ചെയ്യിക്കാൻ പറ്റും, അതായത് പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്നുള്ള കൂളൻ്റ് ഗ്യാസസ് സച്ച് ആസ് ഹീലിയം ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ ഗ്യാസിലേക്ക് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ സീസിയം പോലെയുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അതിന് നമ്മൾ സീഡ് മെറ്റീരിയൽ എന്ന് പറയും. ടോട്ടൽ മാസ് ഫ്ലോയുടെ 1% ആണ് നമ്മൾ ഈ സീഡ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നൽകുന്നത് ഈ പ്ലാസ്മയുടെ അല്ലെങ്കിൽ ഈ ഗ്യാസിൻ്റെ അയണൈസേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സീഡ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ സീസിയം. ടോട്ടൽ മാസ് ഫ്ലോയുടെ 1% ആണ് നമ്മൾ സീഡ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തൊരു കമ്പോണൻ്റ് ആണ് ഡക്റ്റ്. നമുക്കറിയാം ഈ പ്ലാസ്മ എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറുള്ള മെറ്റീരിയലാണ്. 1000 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവും. അത് ഇത്രയും ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽ ആവണം ഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ. നമ്മൾ സാധാരണ അലൂമിന Al2O3 മെറ്റീരിയലാണ് നമ്മൾ ഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് അലൂമിന. ദി ഫാരഡേ കറണ്ട് ഒരു MHD ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് കറണ്ടിന് പറയുന്ന പേരാണ് ഫാരഡേ കറണ്ട്. ഒരു പവർഫുൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിൽ കൂടെ പ്ലാസ്മ ഫ്ലോ ചെയ്യുമ്പോൾ ഈ പ്ലാസ്മയ്ക്ക് അക്രോസ് ആയിട്ട് വെച്ചിട്ടുള്ള ഇലക്ട്രോഡ്സിൽ ഇലക്ട്രിക് ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ കറണ്ടിന് പറയുന്ന പേരാണ് ഫാരഡേസ് കറണ്ട്. ഇനി പവർ ഔട്ട്പുട്ട് പവർ ഈ ഡക്റ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയക്കും പ്ലാസ്മയുടെ ഫ്ലോ റേറ്റിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഈ പ്ലാസ്മ ഒഴുകുന്ന ആ ഒരു ഡക്റ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയക്കും പ്ലാസ്മയുടെ സ്പീഡിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും പവർ ഔട്ട്പുട്ട്. ഈ 2500 മുതൽ 3000 വരെ കെൽവിൻ ടെമ്പറേച്ചറുള്ള ഈ പ്ലാസ്മ ഈ MHD ജനറേറ്ററിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്താൽ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്താൽ പിന്നെ ആ പ്ലാസ്മയുടെ ടെമ്പറേച്ചർ 1000 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയും. അവിടെ ആ ഹീറ്റ് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. MHD ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് DC ഔട്ട്പുട്ട് പവറാണ്. അതിനെ നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഇൻവേർട്ടർ ഉപയോഗിച്ചിട്ട് AC ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. എഫിഷ്യൻസി ഓഫ് MHD ജനറേറ്റേഴ്സ്, സാധാരണ MHD ജനറേറ്ററിൻ്റെ എഫിഷ്യൻസി 10 മുതൽ 20% മാത്രമാണ് ഉണ്ടാവുന്നത്. ഇത് ഹീറ്റ് ലോസ് ത്രൂ ദി ഹൈ ടെമ്പറേച്ചർ എക്സോസ്റ്റ് അത് മൂലമാണ് സംഭവിക്കുന്നത്. ഹീറ്റ് ലോസ് മൂലമാണ് ഈ എഫിഷ്യൻസി കുറയുന്നത്. ഈ MHD ജനറേറ്റേഴ്സ് ഒന്നും സാധാരണ നമ്മൾ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളിൽ മാത്രമാണ് ഉള്ളത്.
ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും 50 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഡെമോൺസ്ട്രേഷൻ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ടൈപ്പ് ഓഫ് MHD പ്ലാന്റ്സ് 2 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ഓപ്പൺ സൈക്കിൾ MHD. ഓപ്പൺ സൈക്കിൾ MHDയിലേക്ക് നമ്മൾ അതിൻ്റെ കമ്പഷൻ ചേമ്പറിലേക്ക് ഗ്യാസ് കൊടുക്കും. കോളോ മറ്റോ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാസിനെ നമ്മൾ 2500 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യും. അതിൻ്റെ പ്രഷർ 12 അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യും. അതിലേക്ക് സീഡിങ് മെറ്റീരിയൽസ് ആഡ് ചെയ്യും. പൊട്ടാസ്യം കാർബണേറ്റ് പോലെയുള്ള സീഡിങ് മെറ്റീരിയൽസ് ആണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്യുന്നത് പ്ലാസ്മയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ നമ്മൾ ഒരു എക്സ്പാൻഷൻ നോസിലൂടെ MHD ജനറേറ്ററിലേക്ക് കടത്തിവിടും. ഈ MHD ജനറേറ്ററിന് അക്രോസ് ആയിട്ട് ഹൈ ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ ഇടയിലൂടെ ഈ അയണൈസ്ഡ് ഗ്യാസ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോഡ്സിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് എടുക്കും. നമ്മളൊരു MHD ഓപ്പൺ സൈക്കിൾ MHDയിൽ ഈ യൂസ് ചെയ്ത ഗ്യാസിനെ വീണ്ടും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ ഓപ്പൺ സൈക്കിൾ MHD എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ക്ലോസ്ഡ് സൈക്കിൾ MHD. ക്ലോസ്ഡ് സൈക്കിൾ MHDയിൽ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് ആ എക്സോസ്റ്റിൽ വരുന്ന ഗ്യാസിനെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യും. ഈ വർക്കിംഗ് ഫ്ലൂയിഡിനെ ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെ സർക്കുലേറ്റ് ചെയ്യും. നമ്മളിവിടെ ഹീലിയം ആണ് സീഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ക്ലോസ്ഡ് MHDയിൽ. ഇത് ക്ലോസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഓപ്പൺ സൈക്കിൾ MHDയെക്കാളിലും എഫിഷ്യൻസി കൂടുതലാണ്. അഡ്വാൻറ്റേജസ് ഓഫ് MHD ജനറേറ്റേഴ്സ്. ഈ MHD ജനറേറ്റേഴ്സിൽ വർക്കിംഗ് ഫ്ലൂയിഡ്, അതായത് പ്ലാസ്മയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ദർ ഈസ് നോ മൂവിങ് മെക്കാനിക്കൽ പാർട്സ്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ലോസസ് നില്ലാണെന്ന് പറയാം, ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കാരണമാവും. അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് സൈക്കിൾ MHDയിൽ ഈ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഈ MHD സിസ്റ്റത്തിൻ്റെ വാൾസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത് ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ഉള്ളൊരു കാരണമാണ്. നമ്മൾ കുറഞ്ഞ ഫ്യൂവൽ കൊടുത്താൽ മതി. ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു റീച്ച് ഫുൾ പവർ ലെവൽ ആൾമോസ്റ്റ് ഡയറക്റ്റ്ലി. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഫുൾ പവർ ലെവലിൽ എത്താൻ വേണ്ടി നിമിഷങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. സാധാരണ നമ്മളെ തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഫുൾ ഔട്ട്പുട്ട് ലെവലിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. അത്രയും ഫ്യൂവൽ ബേൺ ചെയ്ത് ആ ലെവലിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ്, ഈ ഹൈ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. 5 ടെസ്ല വരെയൊക്കെയുള്ള വെരി ലാർജ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിന് നമുക്ക് വെരി ലാർജ് മാഗ്നറ്റുകൾ ആവശ്യമാണ്. ഇത് ഈ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കാരണമാവും. അതുപോലെ ഈ ഫ്ലൂയിഡിന് ഫ്രിക്ഷൻ ഉണ്ടാവും. ഇത് ഫ്ലൂയിഡ് ട്രാൻസ്ഫർ ലോസസ് ഉണ്ടാക്കും. ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. DC to AC കൺവേർട്ടേഴ്സ് ആവശ്യമാണ്. കാരണം ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് DC ഔട്ട്പുട്ട് പവറാണ്. നമുക്കത് AC ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടേഴ്സ് ആവശ്യമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ MHD ജനറേറ്റേഴ്സിനെ കുറിച്ച് ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. എല്ലാവർക്കും
നന്ദി, നമസ്കാരം.